ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന നൈസ് പത്തിരിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. സാധാ പച്ചരിപ്പൊടി എടുത്താലും മതി. 2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഇതിലോട്ട് 3/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോറിന് പകരം അവിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 കപ്പ് ചോറും 1/4 കപ്പ് തേങ്ങ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. 1/2 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ ഒരുപാട് പഴക്കമുള്ള ഈസ്റ്റ് എടുക്കാതിരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ്. ഒരു 2-3 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ വെള്ളം ഇതിന് ഞാൻ കറക്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് അരിപ്പൊടിയല്ലേ, അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ വെള്ളം നമുക്ക് ഏകദേശം വേണമെന്നൊക്കെ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇനിയും ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പിന്നീട് പറയാം. ഇനി നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ബ്ലെൻഡറിൽ തന്നെ അങ്ങനെ കിടക്കുന്നുണ്ടായിന് കേട്ടോ. ഒരു ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് വേറെ കുറച്ച് തിരക്കായതുകൊണ്ട് അപ്പോൾ കണ്ടില്ലേ, അങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഈസ്റ്റിൻ്റെ വീര്യം അനുസരിച്ച് ചിലപ്പോൾ ഇതൊരു 3 മണിക്കൂറൊക്കെ കൊണ്ട് നന്നായിട്ട് 1 മണിക്കൂർ കൊണ്ടും 2 മണിക്കൂർ കൊണ്ടും 3 മണിക്കൂർ കൊണ്ടൊക്കെ ഇത് പൊങ്ങി വരാറുണ്ട് ഈസ്റ്റിൻ്റെ ഇതനുസരിച്ച്. അപ്പോൾ ഈസ്റ്റ് ഒരുപാട് പഴക്കമുള്ള എടുക്കാതിരിക്കുക. പിന്നെ നമുക്ക് രാത്രി അരച്ചിട്ട് രാവിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു 3 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ നിങ്ങൾക്ക് രാത്രി അരച്ച് രാവിലേക്ക് അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഒരു നുള്ളി ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ നല്ല ഈസ്റ്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല 3 മണിക്കൂറൊക്കെ കൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരണം. പൊങ്ങി വന്നാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇനി നമുക്കിപ്പോൾ ചുട്ടെടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ വേണ്ട. ഇപ്പോൾ നമ്മൾ രാത്രിയൊക്കെ അരച്ച് വെക്കുമ്പോൾ 3 മണിക്കൂറൊക്കെ കൊണ്ട് പൊങ്ങി വന്നാൽ നമുക്കിപ്പോൾ വേണ്ട രാവിലേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപടി എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചിട്ട് നല്ല വലിയ കണ്ടെയ്നറിലാക്കി വെക്കാട്ടോ. ഇത് പതഞ്ഞ് പുറത്തോട്ട് വരും വെക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇനി ചുട്ടെടുക്കാനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെറിയ അപ്പച്ചട്ടി എടുക്കാട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് വലിയ അപ്പച്ചട്ടിയാണുള്ളത്. അപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം. പിന്നെ നല്ല കറക്റ്റ് നമ്മൾ വെള്ളപ്പം, അതുപോലെ വെള്ളപ്പം പാലപ്പം എന്നൊക്കെ പറയുന്ന സെയിം ആണ് കേട്ടോ. ശരിക്കും ഉണ്ടാക്കിയെടുക്കുന്ന വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഈ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാഴ്ച മുന്നേ. അപ്പോൾ അത് കണ്ടാൽ മതി നിങ്ങൾക്ക്. തേങ്ങയും അതുപോലെ കപ്പി കാച്ചിയിട്ടും ഒക്കെ ചെയ്തെടുക്കുന്ന വെള്ളപ്പം ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ചുറ്റിച്ചെടുത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അരി വെച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 2 കപ്പ് പച്ചരിപ്പൊടിക്ക് 2 കപ്പ് അരി എടുത്താൽ മതി. പച്ചരിയാണ് കേട്ടോ. 2 കപ്പ് കുതിർത്ത് വെച്ച ശേഷം അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ഇതുപോലെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ തട്ടുദോശ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാതെ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇങ്ങനെ ഹോൾസൊക്കെ വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറക്കുക. ഫ്ലെയിം കുറച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് രാവിലെയൊക്കെ ഈ ഒരു രീതിയിലും, ഞാൻ കൂടുതലും ഇങ്ങനെ അരച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. സാധാ തവ വെച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ ഇതിൽ തന്നെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.